വെൽക്കം ബാക്ക് ടു ദേവാനന്ദ് യദു ഹാപ്പി ഹോം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ബുക്ക് ബൈൻഡിങ് എക്സാമിൻ്റെ സിലബസിനെ കുറിച്ചാണ്. ബുക്ക് ബൈൻഡിങ് പോസ്റ്റിൻ്റെ മെയിൻ എക്സാം ഡിസംബർ മാസത്തിലുണ്ടാവും. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ എക്സാമിനായിട്ടുള്ളൂ. ബുക്ക് ബൈൻഡിങ് എക്സാമിന് വരുന്ന സിലബസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൊതുവിജ്ഞാനത്തിൽ നിന്നും അതുപോലെ ബുക്ക് ബൈൻഡിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടാകുന്നത്. പൊതുവിജ്ഞാനത്തിൽ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ബുക്ക് ബൈൻഡിങ്ങിൽ നിന്ന് 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുമാണ് ഉണ്ടാകുന്നത്. അതിൽ പൊതുവിജ്ഞാനത്തിൽ ഓരോ വിഭാഗങ്ങളിൽ നിന്നും 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ പൊതുവിജ്ഞാനത്തിൽ ചരിത്രം ആണെങ്കിൽ 2 മാർക്ക്, ഭൂമിശാസ്ത്രം 2 മാർക്ക്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് നോക്കുന്നത് ബുക്ക് ബൈൻഡിങ് വിഭാഗത്തിൽ നിന്ന് ഉള്ള സിലബസാണ്, എന്തൊക്കെയാണ് വരുന്നതെന്നാണ് നോക്കുന്നത്. എങ്കിലും പൊതുവിജ്ഞാനത്തിൽ എന്തെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് ഒന്ന് നോക്കിയതിന് ശേഷം ബൈൻഡിങ്ങിലേക്ക് പോവാം. പൊതുവിജ്ഞാനത്തിൽ ചരിത്രം, ഭൂമിശാസ്ത്രം, ധനശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും, ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും, ഭൗതികശാസ്ത്രം, രസതന്ത്രം, കലാ, കായികം, സാഹിത്യം, സംസ്കാരം, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ, ഇവയൊക്കെയാണ് ഉണ്ടാകുന്നത്. ബാക്കി ബുക്ക് ബൈൻഡിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടാകുന്നത്. ബുക്ക് ബൈൻഡിങ്ങിൽ നിന്ന് 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇനി ബുക്ക് ബൈൻഡിങ്ങിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു ബൈൻഡിങ്, അതിൽ ബൈൻഡിങ്, നിർവചനം, ആമുഖം, ചരിത്രം, ക്ലാസിഫിക്കേഷൻ, സ്റ്റൈൽസ്, ഫോർവേഡിങ്, ലെറ്റർ പ്രസ് ബൈൻഡിങ്, സ്റ്റേഷനറി ബൈൻഡിങ്, വിവിധതരം പേപ്പറുകൾ, അവയുടെ അളവുകൾ, GSM എന്താണ്, GSM എങ്ങനെയാണ് കണക്കാക്കുന്നത്, ബൈൻഡിങ്ങിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് കണക്കാക്കുന്നത്, ബൈൻഡിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ ഏതൊക്കെയാണ്, വിവിധതരം ബൈൻഡിങ് എന്തൊക്കെയാണ്, അത് അക്കൗണ്ട് ബുക്ക്, മെക്കാനിക്കൽ ബൈൻഡിങ്, റീബൈൻഡിങ് എന്താണ്, ലൂസ് ലീഫ് ബൈൻഡിങ്, കേസ് ബൈൻഡിങ്, ഇവയൊക്കെ ഏതൊക്കെയാണ് എന്നുള്ളതാണ് യൂണിറ്റ് ഫസ്റ്റിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ ബൈൻഡിങ് എന്താണ് എന്നുള്ളതും അതിനെക്കുറിച്ച്, അതുപോലെ അതിൻ്റെ ചരിത്രം, ക്ലാസിഫിക്കേഷൻ, ഏതൊക്കെ തരത്തിലുള്ള ബൈൻഡിങ് ഉണ്ട് എന്നുള്ളതിൽ അതിൽ നിന്നുണ്ടാവും. അത് യൂണിറ്റ് 2 ആണ്. അതിൽ സ്യൂയിങ് ആൻഡ് ബൈൻഡിങ് ഓപ്പറേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടാകുന്നത്. വിവിധ തരം തയ്യലുകൾ അത് ഏതൊക്കെയാണ്, തയ്യൽ കഴിഞ്ഞ ബുക്ക് കവറിങ്ങിന് വേണ്ടി തയ്യാറാക്കുന്നത് എങ്ങനെയാണ്, ഫോർവേഡിങ് എങ്ങനെയാണ്, ഫോർവേഡിങ് ഓപ്പറേഷനുകൾ, ഫോൾഡിങ്, ഗ്യാതറിങ്, കൊളേറ്റിംഗ്, ബ്ലോക്ക് ബൈൻഡിങ്, വയർ സ്റ്റിച്ചിങ്, ഫിനിഷിംഗ് ഓപ്പറേഷൻസ്, ഫിനിഷിംഗ് ടൂൾസ് ഏതൊക്കെയാണ്, മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, വിവിധതരം പശകൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതൊക്കെയാണ് ആ ഭാഗത്തിൽ നിന്ന് വരുന്നത്. ഫോയിലിംഗ്, അരികലങ്കരിക്കൽ, കവറിങ് മെറ്റീരിയൽസ്, ഫിനിഷിംഗ് ടൂൾസ്, അതുപോലെ വാർണിഷിംഗ്, ഇതെല്ലാം അതിൽ നിന്നുണ്ടാകും. യൂണിറ്റ് 2 നിന്നുണ്ടാകും. യൂണിറ്റ് 3ലേക്ക് വരുമ്പോൾ അഡ്വാൻസ്ഡ് ബൈൻഡറി ഓപ്പറേഷൻസ് ആണ്. വിവിധതരം ബൈൻഡിങ് മെഷീനുകളും പ്രവർത്തനങ്ങളും, കട്ടിംഗ് മെഷീൻ, പ്രോഗ്രാമബിൾ കട്ടിംഗ് മെഷീൻ, ഫോർവേഡിംഗ്, ഫോൾഡിംഗ് മെഷീൻസ്, ബണ്ടിലിംഗ് മെഷീൻസ്, ഗ്യാതറിംഗ് മെഷീൻ, വയർ സ്റ്റിച്ചിങ്, പെർഫെക്റ്റ് ബൈൻഡിംഗ് മെഷീൻ, കേസ് മേക്കിംഗ് മെഷീൻ, ഫ്ലോ ലൈൻ മെഷീൻ, പാക്കേജിങ്ങും അതിൻ്റെ നിർവചനം എന്താണ്, പാക്കേജിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എന്നീ ക്വസ്റ്റ്യൻസുകൾ ഈ അഡ്വാൻസ്ഡ് ബൈൻഡറി ഓപ്പറേഷൻസിൽ നിന്ന് ഉണ്ടാകും. അത് യൂണിറ്റ് 4 ആണ്. അതിൽ പാക്കേജിംഗ് ആണ് വരുന്നത്. പാക്കേജിങ്ങിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ, പാക്കേജിംഗ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, പേപ്പർ, ബോർഡ്, ഗ്ലാസ്, ലോഹങ്ങൾ, പ്ലാസ്റ്റിക്, തകിട്, ടെക്സ്റ്റൈൽസ്, അതുപോലെ പ്ലാസ്റ്റിക് അധിഷ്ഠിതമായ പാക്കേജിംഗ് വസ്തുക്കൾ, ഫ്ലെക്സിബിൾ, റിജിഡ് പാക്കിംഗ്, സ്പെഷ്യാലിറ്റി പാക്കിംഗ്, അതിനെക്കുറിച്ചുള്ള പഠനം, പ്ലാസ്റ്റിക് കോർഗേറ്റുകൾ, പാക്കേജിംഗ് ടെസ്റ്റ്, അതുപോലെ പാക്കേജിംഗ് ടൂൾസ്, പാക്കേജിംഗ് റൂൾസ്, റെഗുലേഷൻസ്, റിജിഡ് ബോക്സ്, കർട്ടൻ മേക്കിംഗ്, കാർട്ടൺ ബോക്സുകളെ കുറിച്ചുള്ള പഠനം, കൺവേർട്ടിംഗ് ആൻഡ് പ്രോസസ്സിംഗ്, കാർട്ടൺ ഡൈ നിർമ്മാണം, ഇവയൊക്കെ ഉൾപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ കാർട്ടൺ ഡിസൈനിങ്, സ്ക്യൂൻസ്, അതുപോലെ അതിൻ്റെ ആമുഖ തത്വങ്ങൾ, ഡൈ കട്ടിംഗ്, മേക്കിംഗ്, ക്രീസിങ് ആൻഡ് ഗ്ലോയിങ്, ഇവയൊക്കെയാണ് പാക്കേജിംഗ് എന്നുള്ള യൂണിറ്റിൽ നിന്ന് വരുന്നത്. ഇതിൽ കൂടുതലും പാക്കേജിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് യൂണിറ്റ് 4ൽ നിന്നുണ്ടാകുന്നത്. ഇത്രയും ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഞങ്ങൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത വീഡിയോ ഉടനെ വരുന്നതാണ്. താങ്ക് യു.